രാത്രികളിൽ ആകാശത്ത് മിന്നിമറയുന്ന വിചിത്ര വെളിച്ചങ്ങൾ, അതിവേഗത്തിൽ പറന്നു പോകുന്ന അജ്ഞാത രൂപങ്ങൾ, ദശകങ്ങളായി മനുഷ്യരാശി കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് പെന്റഗൺ ഒടുവിൽ മറുപടി നൽകുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഒരു അഭിമുഖത്തിൽ ഏലിയൻസ് യഥാർത്ഥത്തിൽ ഉണ്ടാകാമെന്ന് പറഞ്ഞതിനെ ചുറ്റിപ്പറ്റി നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിരുന്നു. അമേരിക്കയുടെ ഏരിയ 51ഉം UFOയും ഏലിയൻസിന്റെ സാന്നിധ്യവും വളരെ താല്പര്യത്തോടെ ആളുകൾ നിരീക്ഷിക്കുന്ന വിഷയങ്ങളാണ്. അന്യഗ്രഹ ജീവികൾ ശരിക്കുമുണ്ടോ? അവ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ നിരവധിയുണ്ട്. ഇപ്പോഴിത് അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് US-ന്റെ കൈവശമുണ്ടായിരുന്ന രഹസ്യരേഖകൾ പെന്റഗൺ പുറത്തുവിട്ടു തുടങ്ങിയിരിക്കുന്നു. എന്താണ് അമേരിക്കയുടെ UFO ഫയലുകളിലുള്ളത്? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ സൈനികർ വിവിധ കാലഘട്ടങ്ങളിൽ ആകാശത്ത് കണ്ട വിചിത്രമായ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ ഇപ്പോൾ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ മനുഷ്യർ നേരിട്ട് കണ്ട സംഭവങ്ങളും ചന്ദ്രനിൽ പോയ അമേരിക്കൻ ബഹിരാകാശ യാത്രികരുടെ വെളിപ്പെടുത്തലുകളുമാണ് ഈ റിപ്പോർട്ടുകളിൽ പ്രധാനമായും ഉള്ളത്. ഓൾ ഡൊമൈൻ അനോമലി റെസല്യൂഷൻ ഓഫീസ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പതിറ്റാണ്ടുകളായി US സർക്കാർ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന നിരീക്ഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ചുരുളഴിക്കുന്നതാണ്. കൃത്യമായ ഡേറ്റയുടെയും റഡാർ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇതിലുള്ളത്. ജനങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി 2026 ഫെബ്രുവരിയിലാണ് ഈ രേഖകൾ പുറത്തുവിടാൻ ട്രംപ് ഉത്തരവിട്ടത്. വെള്ളിയാഴ്ച പെന്റഗൺ war.government/UFO എന്ന തങ്ങളുടെ പുതിയ വെബ്സൈറ്റിലൂടെ ആദ്യഘട്ട രേഖകൾ പരസ്യപ്പെടുത്തി. മുൻ സർക്കാരുകൾ ഈ വിഷയത്തിൽ പുലർത്തിയിരുന്ന രഹസ്യാത്മകത അവസാനിപ്പിച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. 1947 മുതലുള്ള സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. FBI, NASA തുടങ്ങിയ ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവയാണ് ഈ റിപ്പോർട്ടുകളിലുള്ളത്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്ന വാക്കിന് പകരം ഇപ്പോൾ UAP, അൺഐഡന്റിഫൈഡ് അനോമലസ് ഫിനോമിന എന്നാണ് ശാസ്ത്രലോകം ഉപയോഗിക്കുന്നത്. വെറും ഒരു പറക്കും തളിക എന്നതിലുപരി ആകാശത്തോ ബഹിരാകാശത്തോ കടലിലോ കാണപ്പെടുന്ന ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത ഏത് പ്രതിഭാസത്തെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിഗൂഢതകളെ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നതിന്റെ ഭാഗമായാണ് ഈ പേരുമാറ്റം. അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അന്യഗ്രഹ ജീവികളെയും UFOകളെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീണ്ടും വലിയ ജനശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. 50 വർഷത്തിനു ശേഷം 2022 ആദ്യമായി അമേരിക്കൻ കോൺഗ്രസ് UFO വിഷയത്തിൽ പ്രത്യേക ഹിയറിംഗുകൾ നടത്തി. ഇതിനു മുൻപ് 1969 ഇത്തരമൊരു ചർച്ച നടന്നത്. ഈ ചർച്ചകളിൽ സൈനിക ഉദ്യോഗസ്ഥർ വിചിത്രമായ പല വീഡിയോകളും തെളിവുകളായി ഹാജരാക്കി. ആകാശത്ത് അസാധാരണ വേഗതയിൽ സഞ്ചരിക്കുന്ന ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ ദൃശ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. പിന്നാലെ ഈ സംഭവങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനാണ് ആരോ എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ പെന്റഗൺ ആരംഭിച്ചത്. UFOകളെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി വെക്കാതെ അവ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണോ എന്ന് പരിശോധിക്കാനും വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാനുമാണ് സൈന്യം ഇപ്പോൾ ശ്രമിക്കുന്നത്. 2021 ശേഷം മാത്രം 100 കണക്കിന് പുതിയ UAP റിപ്പോർട്ടുകൾ സൈന്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള എഞ്ചിനുകളോ പ്രൊപ്പൻഷൻ സംവിധാനങ്ങളോ ഇല്ലാതെ വായുവിൽ നിശ്ചലമായി നിൽക്കാനും സെക്കൻഡുകൾക്കുള്ളിൽ അപ്രത്യക്ഷമാകാനും കഴിയുന്ന വസ്തുക്കൾ ഇവിടെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. US നേവി പൈലറ്റുമാർ പലതവണ ഇത്തരം വസ്തുക്കളുമായി മുഖാമുഖം വന്നിട്ടുണ്ട്. ഇവ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പോളോ 11, 12, 17 ദൗത്യങ്ങളിലെ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ വെച്ച് കണ്ട അപൂർവ കാഴ്ചകളെക്കുറിച്ചും വിചിത്രമായ വസ്തുക്കളെക്കുറിച്ചും പരസ്പരം സംസാരിച്ച രഹസ്യ ട്രാൻസ്ക്രിപ്റ്റുകളും പെന്റഗൺ റിപ്പോർട്ടുകളിലുണ്ട്. പതിറ്റാണ്ടുകളായി പലരും നേരിട്ട് കണ്ട കാര്യങ്ങളും പുതിയ ഫയലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് 1957 നടന്ന ഒരു അഭിമുഖത്തിൽ ഒരാൾ വിവരിക്കുന്നത് വലിയ ഒരു വൃത്താകൃതിയിലുള്ള വാഹനം നിലത്ത് നിന്ന് പൊങ്ങി ആകാശത്തേക്ക് ഉയരുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ്. ഇത് അന്യഗ്രഹ ജീവികളുടെ വാഹനമാണെന്ന സംശയത്തിന് പഴയ കാലം മുതലേ അടിത്തറയിട്ട ഒന്നാണ്. ആകാശത്ത് പെട്ടെന്നൊരു തിളങ്ങുന്ന വെളിച്ചം പ്രത്യക്ഷപ്പെടുകയും അതിനുള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ വലിയ ലോഹവസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് കണ്ടു എന്ന് 2023 പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഇൻഫ്രാറെഡ് ചിത്രങ്ങളിൽ US-ന്റെ വിവിധ ഭാഗങ്ങളിൽ ആകാശത്ത് സംശയാസ്പദമായി കണ്ട കറുത്ത കുത്തുകൾ, ദീർഘവൃത്താകൃതിയിൽ കാണപ്പെട്ട വെങ്കല രൂപം തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ് ഫയലുകളിലുള്ളത്. അപ്പോൾ അന്യഗ്രഹ ജീവികൾ സത്യമാണോ? ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഉടനെ എല്ലാവരും ചോദിച്ചത് ഒന്നാണ്. എന്നാൽ അതിന് വ്യക്തമായ അതെ എന്ന മറുപടി പെന്റഗൺ നൽകുന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ കണ്ടെത്തിയ വിചിത്ര രൂപങ്ങൾ അന്യഗ്രഹങ്ങളിൽ നിന്നുള്ളവയാണെന്ന് തെളിയിക്കാൻ മതിയായ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇവ എന്താണെന്ന് പൂർണ്ണമായി തള്ളിക്കളയാനും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ UAPകളും അന്യഗ്രഹ ജീവികളാവണമെന്നില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇവ റഷ്യയോ ചൈനയോ വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യമായ ചാര ഡ്രോണുകളാകാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങളോ കാലാവസ്ഥാ ബലൂണുകളോ കണ്ട് തെറ്റിദ്ധരിച്ചതാകാം. ക്യാമറകളിലോ റഡാറുകളിലോ സാങ്കേതിക തകരാറുകൾ മൂലമുണ്ടാകുന്ന ദൃശ്യഭ്രമങ്ങളാകാനും സാധ്യതയുണ്ട്.
എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഏരിയ 51നെ കുറിച്ചും ഭൂമിയിൽ തകർന്നു വീണ പറക്കും തളികകളെ കുറിച്ചുമുള്ള പഴയ കഥകൾ വീണ്ടും ചർച്ചയാവുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഇന്നും തിരിച്ചറിയാൻ കഴിയാത്ത പലതും നമ്മുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ പഠനങ്ങൾ നടക്കുമ്പോൾ ഈ നിഗൂഢതകളുടെ ചുരുളഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.